ഭാവയാമി ബാലഗോപാലം. ഒരിക്കൽ കൈലാസനാഥന് ഒരു മോഹം. ചന്ദ്രനെ ഒന്ന് കാണണം. തൻ്റെ ജടക്കെട്ടിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം അത്രിപുത്രനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്താണൊരു വഴി? ദക്ഷിണാമൂർത്തി പ്രശ്നം വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. വിവരമറിഞ്ഞ സുബ്രഹ്മണ്യസ്വാമി അങ്ങ് പഴനിമലയിൽ നിന്ന് പറന്നെത്തി. മയിലിൻ്റെ പുറത്ത് കവടിക്കിഴിയും രാശിപ്പലകയുമായി. പ്രശ്നചിന്തയിൽ എല്ലാം തെളിഞ്ഞു കണ്ടു. മധുരാപുരിക്കടുത്ത് ഗോകുലത്തിൽ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ ഒരു ഉണ്ണി കയ്യിൽ ഒരു കോലുമായി ഓടി നടക്കുന്നുണ്ട്. പാൽക്കുടങ്ങളും വെണ്ണക്കലങ്ങളും തല്ലിയുടയ്ക്കലാണ് ഉണ്ണിയുടെ ഇഷ്ടപ്പെട്ട വികൃതി. പുറകിൽ ഉണ്ണിയുടെ അമ്മ യശോദാമ്മയുമുണ്ട്. അമ്പാടി മറ്റൊരു പാൽക്കടലാക്കുന്ന ഗോകുലചന്ദ്രൻ തന്നെ. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഉണ്ണിയെ നേരിട്ടു കാണാൻ ശങ്കരൻ ഗോകുലത്തിലെത്തി. ശിരസിൽ ജടക്കെട്ട്, കഴുത്തിലോ ആഭരണമായി വാസുകയും. ഈ രൂപം കണ്ടാൽ കണ്ണൻ പേടിച്ചു പോകും. യശോദാമ്മ ശങ്കരനെ ഉണ്ണിയെ കാണാൻ സമ്മതിച്ചില്ല. ഉണ്ണിയെ കണ്ടിട്ടേ കൈലാസത്തിലേക്ക് മടങ്ങൂ. ചന്ദ്രചൂഡനും വാശിയായി. കൊട്ടാരത്തിലെ പൂമുഖത്ത് ഇരിപ്പുറപ്പിച്ചു ഭഗവാൻ. തപസ്സിനാണോ ദക്ഷിണാമൂർത്തിക്ക് ബുദ്ധിമുട്ട്? സമയം കടന്നുപോയി. ചക്രവാളത്തിൽ വരവുരിയുടെ അതോ പുലിത്തോലിൻ്റെയോ നിറം കാവിയായി, പിന്നെ കറുപ്പും. തിരുവുടയാടയിൽ പുള്ളിക്കുത്തുകളായി താരകങ്ങൾ തെളിഞ്ഞു. ചന്ദ്രബിംബവും. യശോദാമ്മ ഒരു തളികയിൽ ഭക്ഷണവുമായി കണ്ണൻ്റെ പുറകെ പുറപ്പെട്ടു. കുഞ്ഞുവായൊന്നു തുറന്നു കിട്ടാൻ വേണ്ടി ആ അമ്മ ഉണ്ണിയുടെ പുറകെ കൊട്ടാരത്തിൽ നാലിറയത്തും നടുമുറ്റത്തുമായി ഓടി തളരാറാണ് പതിവ്. ഒടുവിൽ ഈ കളി കണ്ട് ആസ്വദിച്ചു മുകളിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന അമ്മാവനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഉണ്ണി സന്തോഷത്തോടെ വായൊന്നു തുറക്കുക. അങ്ങനെ തളികയിലെ ഉരുളുകൾ അവസാനിക്കുമ്പോഴേക്കും അമ്മ ഉണ്ണിയെ ഉറക്കാനുള്ള ഒരു താരാട്ടും കണ്ടെത്തിയിരിക്കും. നല്ലൊരു രാഗവും. അന്നും പതിവ് പോലെ കൊട്ടാരത്തിലെ ഈ അത്താഴപൂജ ചടങ്ങുകൾ ആവർത്തിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉണ്ണി പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെയായി. അമ്പിളി അമ്മാവനെ കാണാതായിരിക്കുന്നു. മേഘക്കൂട്ടങ്ങൾ ഓടിയെത്തി ഒരു തിരശ്ശീലയായി മാറി. ഇനി എന്തു ചെയ്യും? യശോദാമ്മ സങ്കടത്തിലായി. യശോദാമ്മയ്ക്ക് പെട്ടെന്ന് പൂമുഖത്ത് തപസ്സിരിക്കുന്ന പാർവതി വല്ലഭനെ ഓർമ്മ വന്നു. രാവിലെ കണ്ടപ്പോൾ ജടയിൽ ചന്ദ്രക്കലയും ഉണ്ടായിരുന്നു. ഉണ്ണിയെ ആ കലയൊന്ന് കാണിച്ചു കൊടുത്ത് ആശ്വസിപ്പിച്ചാലോ? പോംവഴി തേടി ഇന്ദുകലാമൗലിയെ സമീപിച്ചു. നിടിലാക്ഷനെ മുഷിപ്പിക്കാതെയും നോക്കാം. ശ്രീപരമേശ്വരൻ സമ്മതിച്ചു. ചന്ദ്രക്കല ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ യശോദാമ്മ ഒരു നിബന്ധന വെച്ചു. നേരിട്ട് ദർശനം കൊടുക്കേണ്ട. ഉണ്ണി പേടിക്കും. പിന്നെ രാത്രി ഉറങ്ങില്ല. നേരിട്ട് ശിവരൂപം കാണിച്ചു കൊടുക്കുന്നതിനു പകരം വലിയൊരു തളികയിൽ യമുനാജലം നിറച്ച് അതിലൊരു പ്രതിബിംബമായി ചന്ദ്രനെ മാത്രം ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കാം. നീലകണ്ഠൻ സമ്മതിച്ചു. നാലിറയത്തെ ഒരു തൂണിന് ഇരുവശവുമായി അവർ നിന്നു. ഒരു ഭാഗത്ത് സ്ഥാണു, മറുഭാഗത്ത് ബാലകഭാവത്തിൽ അവ്യയൻ. ഒരിക്കൽ തൂണിലൊളിച്ചിരുന്ന് സന്ദർഭം വന്നപ്പോൾ പുറത്തു ചാടി അസുരനെ നിഗ്രഹിച്ച, ഭയാനകമായ ഒരു അലർച്ചയാൽ ബ്രഹ്മലോകം വരെ വിറപ്പിച്ച ശർവൻ യശോദയുടെ ഒക്കത്ത് കരഞ്ഞുകൊണ്ട്. തൂണിനു താഴെ വലിയൊരു തളികയിൽ യമുനാജലം നിറഞ്ഞു തുളുമ്പി നിന്നു പ്രതീക്ഷയോടെ. രണ്ട് ചന്ദ്രബിംബങ്ങളെ ഒരേ സമയം ആവാഹിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ. പരമേശ്വരൻ തൂണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒന്ന് ചെരിഞ്ഞു നോക്കി. ചന്ദ്രക്കല മാത്രം വെള്ളത്തിൽ പ്രതിഫലിച്ചു. യശോദാമ്മ ഉണ്ണിക്കണ്ണനെ ആ സോമബിംബം കാണിച്ചു കൊടുത്തു. കണ്ണന് സന്തോഷമായി. കരച്ചിൽ നിർത്തി. ഭക്ഷണത്തളിക താമസിയാതെ കാലിയായി. യശോദാമ്മ കാണാതെ ശങ്കരനും കണ്ണനും പരസ്പരം ഒരു പുഞ്ചിരി കൈമാറി. ഗോകുലത്തിൽ
ചന്ദ്രികയ്ക്ക് അന്ന് ഇരട്ടി അഴകനുഭവപ്പെട്ടു. നിറഞ്ഞു നിന്ന ശങ്കരനാരായണ ഭാവം. അമ്മേ, കണ്ണന് ഉറക്കം വരണോ? കരച്ചിൽ താമസിയാതെ ഒരു കൊഞ്ചലായി മാറി. ഗോകുലചന്ദ്രൻ അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. കണ്ണൻ്റെ പുറത്ത് താളമിട്ട് അമ്മ ഒരു താരാട്ട് മൂളാൻ തുടങ്ങി. രാഗം ശങ്കരാഭരണം തന്നെയായിരുന്നു. നിറഞ്ഞ മനസ്സോടെ ഗിരീശനും കൈലാസത്തിലേക്ക് യാത്രയായി. സാമജയായി സാമഗാനത്തിൽ നിന്നൊഴുകുന്ന യമൻ കല്യാൺ രാഗത്തിൽ കുറച്ച് വരികളും ഭഗവാൻ മൂളുന്നുണ്ടായിരുന്നു. ഭാവയാമി ബാലഗോപാലം. ശ്രീശങ്കരനും ദ്വാരകാനാഥനും മറ്റൊരു രംഗത്തിലും ഒത്തുചേരുന്നുണ്ട്. ബാണയുദ്ധത്തിൻ്റെ കളിയരങ്ങിൽ അല്പം ഗൗരവത്തിലാണെന്ന് മാത്രം, ഒരു യുദ്ധഭാവത്തിൽ. ഏതായാലും ശങ്കരനും നാരായണനും ഒത്തുചേർന്നാൽ യോഗേശ്വരഭാവമായി ശങ്കരനാരായണൻ. ഞങ്ങളുടെ വലിയമ്പലത്തിലെ ശ്രീ ശങ്കരനാരായണമൂർത്തി. ശ്രീ ശങ്കരനാരായണം ഭജേ, ഭാവയാമി ബാലഗോപാലം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.